നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഒരു ഗുരുകുലമാണ്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി കോച്ചിങ്ങിൽ മാത്രമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സുകൾ മാത്രം പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക ഗുരുകുലമാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇവിടെ സീറ്റ് ലിമിറ്റഡ് ആണ്. ആദ്യം വരുന്ന 25 മാക്സിമം 30 കുട്ടികൾക്കാണ് ഇവിടുത്തെ അഡ്മിഷൻ ഉള്ളത്. നമ്മുടെ എല്ലാ ബാച്ചുകളും ഫുള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗുരുകുലമാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ടൈപ്പ്, അതായത് ഇവിടെ താമസിക്കേണ്ട കുട്ടികൾക്ക് താമസ സൗകര്യം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ്? എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്ന, അതായത് ഈ സിലബസ് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കൺഫ്യൂഷൻസ് മാർക്കറ്റിലുണ്ട്. കൺഫ്യൂഷൻ സെൻസ് ഈ ഡിസംബർ വരെ കൺഫ്യൂഷൻ മാത്രമായിരുന്നു. ഡിസംബറിന് ശേഷം ധാരാളം ടെൻഷനുണ്ട് മാർക്കറ്റിൽ. അതായത് 2017 സിലബസ് 2022 സിലബസായി മാറിയപ്പോൾ ഡിസംബർ 2024 ആയിരുന്നു അവസാനത്തെ അറ്റംപ്റ്റ്, പരീക്ഷ എഴുതാനുള്ള അവസാനത്തെ അറ്റംപ്റ്റ്. പലരും പഴയ സിലബസിൽ തന്നെ പരീക്ഷ എഴുതി. പുതിയ സിലബസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തിരുന്നില്ല. എന്നാൽ ഇതിപ്പോൾ കമ്പൽസറി സ്വിച്ച് ഓവറാണ്. നിങ്ങളുടെ യൂസർ ഏരിയയിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ച് യൂസർ ഏരിയയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സ്വിച്ച് ഓവറിനുള്ള പ്രൊസീജിയറുണ്ട്. ഇനി ഇതറിയാത്ത കുട്ടികൾക്ക് ICSI.edu സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓവർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി സ്വിച്ച് ഓവർ ചെയ്യുന്നത് വളരെ ഈസിയാണ്. പക്ഷേ സ്വിച്ച് ഓവർ ചെയ്താൽ നമ്മൾ എങ്ങനെ പുതിയ സിലബസിലേക്ക് പഠിക്കണം? ഈ പുസ്തകങ്ങളിൽ മാറ്റമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയ മാറ്റങ്ങളാണ്? ഇതൊക്കെ നമുക്കറിയണം. നോക്കൂ, പഴയ സിലബസിലെ ബുക്കും പുതിയ സിലബസിലെ ബുക്കും, അല്ലെങ്കിൽ പഴയ സിലബസിലെ സബ്ജക്റ്റുകളും പുതിയ സിലബസിലെ സബ്ജക്റ്റുകളും ആൾമോസ്റ്റ് പേരിനൊക്കെ ഒരുപോലെ ഉണ്ടെന്ന് തോന്നാം. കാരണം പഴയ സിലബസിൽ 8 പേപ്പർ ഉണ്ടായിരുന്നു, പുതിയ സിലബസിൽ 7 പേപ്പറാണ്. പഴയ സിലബസിൽ JIGL ഉണ്ട്, പുതിയ സിലബസിലും JIGL ഉണ്ട്. എന്നാൽ JIGL വളരെ വലിയ മാറ്റങ്ങളുണ്ട്. ഒന്ന്, ഭാരതീയ ന്യായ സംഹിത പോലെയുള്ള 3 പുതിയ ആക്റ്റുകൾ വരുന്നു, അമെൻമെൻറ്റ്. ഇനി അതുപോലെ തന്നെ 4 അധിക ചാപ്റ്ററുകൾ ഇതിൽ വരുന്നു. JIGL മൊത്തം മാറി. പഴയ സിലബസിലെ പുസ്തകം വെച്ച് പഠിച്ചവർക്ക് പുതിയ സിലബസ് എഴുതാൻ പറ്റില്ല. എന്നാൽ സെറ്റിംഗ് അപ്പ് ആണെങ്കിലോ, നിങ്ങൾക്ക് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ക്ലോഷർ എന്നായിരുന്നു പഴയ സിലബസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് അല്ല, സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ലേബർ ലോസ് ആണ് ഇതിലുള്ളത്. 40 മാർക്കിന് പുതിയ ലേബർ ലോ. കൺവേർഷനെ കമ്പാരിറ്റീവ്ലി കുറച്ചു. സെറ്റിംഗ് അപ്പ് മുഴുവനും മാറി. കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ്. കമ്പനി ലോയിൽ 3 പോർഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കമ്പനി ലോ, 2 മീറ്റിങ്ങുകൾ, ഒന്ന് കമ്പനി സെക്രട്ടറി, മെഗാ ഫേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ 3ാമത്തെ പോർഷൻ 10 മാർക്കിൻ്റെ ഇല്ല. അതിനു പകരം നമ്മുടെ പല ടോപ്പിക്കുകൾ, പല ചാപ്റ്റേഴ്സും അഡീഷണൽ ചാപ്റ്റേഴ്സ് വരികയും പല ടോപ്പിക്കുകളും എൻലാർജ് ചെയ്യുകയും ചെയ്തു. ഉദാഹരണം KMP പോലെയുള്ള ടോപ്പിക്കുകൾ, ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലത്തെ ടോപ്പിക്കുകൾ, ഇതൊക്കെ എൻലാർജ് ചെയ്തു. ആൻഡ് പേപ്പറിൽ കമ്പനി ലോ എന്നുള്ള പേപ്പറിനെ കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ് ഡ്രാഫ്റ്റിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി പഴയ സിലബസിൽ 4ാമത്തെ പേപ്പർ ടാക്സ് ലോ ആയിരുന്നെങ്കിൽ പുതിയ സിലബസിലെ 4ാമത്തെ പേപ്പർ CAFM ആണ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പഴയ സിലബസിൽ CMA ആൻഡ് FSM, ഇത് രണ്ടും MCQ ആയിരുന്നെങ്കിൽ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ സച്ച് എ വേ ദാറ്റ് 70% പ്രോബ്ലംസും 30% തിയറിയേ ഉള്ളൂ. കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. സോ യു നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എൻറ്റയർ മോഡ്യൂൾ ഹാവ് എ ഗ്രേറ്റർ ചേഞ്ച്. വളരെ വലിയൊരു മാറ്റം അതിലുണ്ടായിട്ടുണ്ട്. ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോയാൽ പഴയ സിലബസിലുണ്ടായിരുന്നത് SLCM, സെക്യൂരിറ്റി ലോ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇവിടെയുള്ളത് CMSL, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോ. ചാപ്റ്ററുകൾ മാറി, ഫോക്കസുകൾ മാറി, അമെൻമെൻറ്റ് റെഗുലർ അമെൻമെൻറ്റ്സ് വരുന്നു. സോ ദ പേപ്പർ ഈസ് ഹാവ് ഒരു വളരെ വലിയൊരു മാറ്റം അതിലുണ്ട്. ഇക്കണോമിക് ലോ ECIPL ആയി മാറി.
ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയ്ക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ തന്നെ കൊടുത്തു. പഴയ ഇക്കണോമിക് ലോയുടെ പുസ്തകത്തിലെ കുറേയധികം ചാപ്റ്റേഴ്സ് JAJലേക്ക് പോയി. അതുപോലെ കുറേയധികം ചാപ്റ്റേഴ്സ് വേണ്ടെന്ന് വെച്ചു. പുതിയ ചാപ്റ്റേഴ്സുകൾ ആഡ് ചെയ്യപ്പെട്ടു. സെക്കൻഡ് മോഡ്യൂളിലെ മൂന്നാമത്തെ പേപ്പർ പഴയ സിലബസിൽ നമുക്കുണ്ടായിരുന്നത് CMA ആൻഡ് FSM ആയിരുന്നു. അത് രണ്ടും പോയിട്ട് എവിടേക്ക് പോയി എന്നാണ് പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോയി. നമുക്കിവിടെ പുതിയ സിലബസിൽ മൂന്നാമത്തെ പേപ്പർ ടാക്സ് ലോ ആണ്. സെയിം ഇൻകം ടാക്സ് ആൻഡ് GST. പുതിയ അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനെ സ്വിച്ച് ഓവർ ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പഴയ സിലബസിൽ പഠിച്ച ഒരു ഫൗണ്ടേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാകാം. മനസ്സിലാക്കാൻ പറ്റില്ല, പുതിയ ടോപ്പിക്കുകളാകുന്നു, അമെൻമെൻറ്റുകളാകുന്നു. അതുകൊണ്ട് തന്നെ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു പഴയ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രം, ഓൾഡ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രം ഒരു ഓഫർ. അവർക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് ഫീസിൻ്റെ 50% ഒരു അറ്റംപ്റ്റിന് നമ്മളെ അവർക്ക് എന്ത് ചെയ്യും, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഫീസ് 50% ഫീസിൽ അവർക്ക് പഴയ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമുള്ളൊരു ഓഫറാണ്. 50% റിഡക്ഷൻ ഇൻ ഫീസിൽ 50% ഓഫറുണ്ട്. 50% കുറച്ചുള്ള പൈസയ്ക്ക് അവർക്ക് പുതിയ സിലബസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വീഡിയോ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എക്സസൈസസ് ഉണ്ടായിരിക്കും. CAFM ടാക്സ് ലോയിലൊക്കെ മിനിമം ഒരു 100 പ്രോബ്ലമെങ്കിലും, ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു 100 പ്രോബ്ലമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുള്ളൂ. 2 times റിവിഷൻ ഉണ്ടായിരിക്കും. ഇതടങ്ങുന്ന ഒരു എൻറ്റയർ പാക്കേജ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫീസിൻ്റെ 50%-നാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ, എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, 8138908999. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ദിസ് ഈസ് ഓൺലി ഫോർ ഓൾഡ് സിലബസ് സ്റ്റുഡൻസ്. അവർക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. ഓക്കെ, സോ ഈ ഇത് എൻ്റെ ഞാൻ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്ന കഴിഞ്ഞ 13-13 വർഷമാണ്, 2025 13 വർഷമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികൾക്ക് അവർക്കൊരു ബുദ്ധിമുട്ട്, ആ ഒരു ചേഞ്ച് ഓവറിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓഫർ തരുന്നത്. 50% ഓഫ് ദ ഫീസ്, 50% ഓഫറാണ്. 50% ഓഫ് ദ ഫീസിന് ഓൺലൈൻ ക്ലാസ്സസ്, നമ്മുടെ ഓൺലൈൻ ഫീസിൻ്റെ 50%-ന് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് കിട്ടും. ഫസ്റ്റ് മോഡ്യൂളും കിട്ടും, സെക്കൻഡ് മോഡ്യൂളും കിട്ടും. പഴയ സിലബസിൽ പഠിച്ചവർക്ക് മാത്രം, വേറെ ആർക്കുമില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ വാട്സാപ്പ് 8138908999. ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ്സാക്കുന്ന കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന, ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫറാണിത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് മീ. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എഴുതുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തൊരു വീഡിയോ വരേക്കും. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.